എടി ഇന്നാ പഠിപ്പി വന്നിട്ടില്ലാന്ന് തോന്നണോ? ആടി അതന്നെ നല്ലത്, ഇല്ലെങ്കിൽ പേപ്പർ കിട്ടുമ്പോൾ ഷോ കാണേണ്ടി വരും. ഗൈസ് പ്ലീസ് മൂവ്. അതേതാ മദാമ? തന്നെ സൂസു. അയ്യോ ഇത് വന്നോ? ഓ ഇനിയിപ്പോ ഷോ കാണേണ്ടി വരുമല്ലോ. എന്നാ ഞങ്ങളങ്ങോട്ട് പോയിരിക്കട്ടെ കേട്ടോ. ഞാനും ഉണ്ട്. എന്തിന്? ഇരിക്കാൻ, അല്ലാതെ കടക്കാൻ പറ്റില്ലല്ലേ. എടി വാ പോവാ. എടി ഞാനൊന്നും പഠിച്ചില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും എക്സാമിന് പൊട്ടു. കൊറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പൊട്ടു. അപ്പോൾ ഉറപ്പായിട്ടും പൊട്ടും. എടി ടീച്ചർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നെല്ലാവർക്കും പേപ്പർ കിട്ടിയല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? യെസ് ടീച്ചർ, ഹാപ്പിയാണ്. എല്ലാവർക്കും നല്ല കൊട്ടക്കണക്കിന് മാർക്കുണ്ട്. ഓരോരുത്തരെ വിളിക്കാം, വന്ന് വാങ്ങിപ്പോയിക്കോളി. സുഹറ വേഗം വന്ന് വാങ്ങിപ്പോ. നിനക്ക് നിന്റെ സ്വന്തം റോൾ നമ്പർ പോലും അറിയില്ലേ? 12 എന്നുള്ളടത്ത് നീ എഴുതി വെച്ചിരിക്കണത് 13 എന്നാ. അതൊക്കെ കുൽസ് പറഞ്ഞതാ. നിന്റെ റോൾ നമ്പർ കുൽസിനോടാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ദേശീയ പക്ഷി ഏതാ? കാക്കില്ലേ? കാക്കല്ലടി, കുയില്. ഓ കുയിലാണോ? ഓ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കോഴി മുട്ടുണ്ട്. അവിടെ പോയിരുന്നു, അതാ നിനക്ക് നല്ലത്. എന്നാ കൊണ്ടുപോ നിന്റെ പേപ്പർ. ഇങ്ങനത്തെ ഓരോ നിന്റെ ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുൽസു വേഗം വാ. നിനക്ക് ഇത്രയും കാലമായിട്ട് നിന്റെ സ്വന്തം പേര് പോലും എഴുതാറിയില്ലേ? നീ കുൽസു എന്നുള്ളതിന് പകരം കുസു എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അത് പിന്നെ ടീച്ചറെ ഒരക്ഷരം ഇടാൻ മറന്നുപോയതാ. ഡി 1+1 എത്ര? 11 അല്ലേ? 11 അല്ല 12. ഇത്രയും കാലമായിട്ട് അതുപോലെ നിനക്കറിയില്ലേ? നിന്റെ സുഹറിന്റെ പേപ്പർ ഒരുപോലെ അച്ചടിച്ച് എഴുതിയിട്ടുണ്ട്. എഴുതിയതൊക്കെ ശരിയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും പൊട്ടത്തെറ്റ്. ഇന്ന് നിന്റെ പേപ്പർ കൊണ്ടുപോ. അമ്മു വേഗം വാ. മോൾക്ക് നല്ല മാർക്കുണ്ട്, 50ൽ 47 മാർക്കുണ്ട്. താങ്ക് യു മിസ്. അന്ന് പേപ്പർ പോയിരുന്നു. സൂസു മോൾക്ക് 50ൽ 49 ഉണ്ട്. അയ്യോ മിസ്സിന്റെ അര മാർക്ക് എവിടെ? എനിക്ക് അര മാർക്കിൽ എന്നെ വീട്ടിൽ കയറ്റൂല. അയ്യോ മിസ് അര മാർക്ക് ഒന്ന് എത്തിക്കുത്താ മിസ്സേ. മോളെ അര മാർക്കല്ലേ, ക്ലാസ് ടോപ്പർ നീയല്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അര മാർക്ക് താ മിസ്സേ, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. അങ്ങനെ തരാനൊന്നും പറ്റൂല. അക്ഷരത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചത് അര മാർക്ക്. അയ്യോ മിസ് ഒന്ന് താ മിസ്സേ. ഇവിടെ ഒന്നും കരഞ്ഞിട്ട് കാര്യമില്ല, നല്ലപോലെ എഴുതണമായിരുന്നു. പോയിരിക്കവിടെ. ഇവിടെ കുറെ എണ്ണങ്ങൾക്ക് അര മാർക്കുള്ളൂ. അപ്പളാ ഒരുത്തി അര മാർക്കിന് വേണ്ടി ഇരുന്ന് കരയണത്. എടി ഇതല്ലേ പറഞ്ഞ 20 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വിട്ടുവെന്ന്. എന്നിട്ട് നിനക്ക് 49 മാർക്ക് കിട്ടി. ഞാൻ വിട്ടത് ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതല്ല എക്സാം ഞാനിപ്പോ പറഞ്ഞ ടഫാണെന്ന് ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞതും. ഇക്കറിയില്ല, ടീച്ചറിന്റെ എല്ലാ സ്നേഹം കൊണ്ട് വിട്ടാക്കാരം. 49 മാർക്ക് ഉണ്ടായിട്ട് അര മാർക്കിന് വേണ്ടി അവിടെ പട്ടി മൂങ്ങണ പോലെ നിന്ന് മൂങ്ങിയത്. ഇവിടെ എനിക്കൊന്നും അര മാർക്ക് പോലും ഇല്ല. നീ എങ്ങനെ ഉമ്മാനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് PTA മീറ്റിങ്ങിന് കൊണ്ടുപോവുക? അതന്നെ ഞാൻ പറയില്ല, ഇജ് പറഞ്ഞോ. ഇജ് പൊടിക്ക് പൊടിയ നല്ല തല്ലിട്ടു. ഇമ്മ എന്തിനാണ് വന്നത് മുതൽക്ക് വിളിച്ചു കൂവണത്? വന്നത് മുതൽ തുടങ്ങും വെറുപ്പിക്കല്. നീ പറയെന്തിനാ ഈ വിളിച്ചു കൂവിനത്? ഇമ്മ ഇന്ന് ഞങ്ങളെ പേപ്പർ കിട്ടി. എന്നിട്ട് എത്ര എണ്ണത്തിന് മാർക്ക്? അതുമ്മ ക്ലാസ്സിൽ എല്ലാവർക്കും തീരെ മാർക്കില്ല. ആ പഠിപ്പി സൂസുല്ലേ, ഓൾക്കൊന്നും തീരെ മാർക്കില്ല. എല്ലാരും പറയണത് എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എന്നാണ്. ടീച്ചർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടൊക്കെ എത്ര മാർക്ക്? അതുമ്മ അപ്പുറത്തെ വീട്ടത്തെ കുട്ടിയില്ലേ, ഓൾക്ക് അര മാർക്കുള്ളൂ. ഞാൻ നാട്ടുകാരെ മാർക്കല്ല ചോദിച്ചത്, നിങ്ങളെ രണ്ടേരും മാർക്കാ. വേഗം മാർക്ക് പറ. മറ്റേ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയില്ലേ, ഓൾക്ക് 1 മാർക്കുള്ളൂ. വെറുതെ ഇന്ത്യ നീ നേരത്തെ തന്നെ ചൂലോണ്ട് അടി വാങ്ങാൻ നിൽക്കണ്ട. മര്യാദക്ക് വേഗം മാർക്ക് പറഞ്ഞു. അതുമ്മ ഈ സുവർക്ക് വെറും 2 മാർക്കുള്ളൂ. ഇന്ന് മോൾക്ക് 1 മാർക്കുള്ളൂ. ഓ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാട്ടോ. രണ്ടിനും കൊല്ലുന്നു ഞാൻ. രണ്ടെണ്ണം പഠിക്കേണ്ട നേരത്തെ മൊബൈൽ നോക്കി നടന്നിട്ട് ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കും നിന്റെ പെരേ കയറാൻ വന്നിക്കോള്. ഇമ്മ ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, വേഗം പറ. നാളെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ഇക്കൊന്നും വരാൻ പറ്റില്ല. ആ ടീച്ചർമാരെ മുമ്പിൽ നിന്ന് ഞാൻ നാണം കെടും. ഒന്നിനും 1 മാർക്കും ഇല്ല.
എന്തായാലും വരണം. ടീച്ചറെ, ഞാൻ സൂറാടെ അമ്മയാണ്. ആ, നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. ഓ, കാണാനായിരുന്നോ? എന്നാ ഇപ്പൊ കണ്ടില്ലേ? എന്നാ ഞാൻ പോട്ടെ. അതല്ല, നിങ്ങൾ ഈ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്ത് നല്ല അഭിപ്രായോ? ഇത്രയും പഠിക്കാത്ത കുട്ടി ക്ലാസ്സിൽ വേറല്ല. ആ, എന്തോള് പഠിക്കാത്ത? ഓളെ പഠിപ്പിക്കാനല്ല നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വിടുന്നു. നിങ്ങൾ വീട്ടിൽ നിന്നും കൂടി അവളുടെ പഠിപ്പിലൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനാണെങ്കിൽ ഓളെ അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കാ പോരെ. കുട്ടികളെ പഠിപ്പിക്കണേന് ഇങ്ങക്കല്ലേ ശമ്പളം കിട്ടുന്നത്, അല്ലാതൊക്കെ അല്ലല്ലോ.